ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചായ കുടിക്കാൻ പോയാലോ? മിക്ക ദിവസങ്ങളിലും ചായ കുടിക്കാൻ പോകാറുണ്ട്, പക്ഷേ അതൊരു വ്ളോഗാക്കിയത് ഇന്നാണെന്ന് മാത്രം. അപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു പൊതുവികാരമാണല്ലോ. അപ്പോൾ ചായ കുടിക്കാൻ പോകുന്നതിന് മുമ്പുള്ള വെയിറ്റിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ കൂടെ വരാനുള്ള ആളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതൊരു സ്ഥിര ഏർപ്പാടാണ് ഈ വെയിറ്റിംഗ്. ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ ജീവനോടുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. എനിവേ, ചായ കുടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. ഇപ്പോൾ എല്ലാ ദിവസവും ജോലിക്ക് പോകും. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ തിരക്ക് കാരണം ഒത്തിരി ക്ഷീണിച്ച് വായൊക്കെ അലച്ചിട്ടൊക്കെ വരുമ്പോൾ ഒരു ചായ കുടിക്കും. അപ്പോൾ അതായിരിക്കും ഒരു ദിവസത്തെ റീസൺ. എന്നാൽ ഇന്നത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ എങ്ങും ഇറങ്ങിയില്ലായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ഡേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആൾ വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ കേട്ടോ. അപ്പം ഫുൾ ഡേ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, എങ്ങും ഇറങ്ങിയില്ല. അപ്പോൾ എനിക്ക് വൈകിട്ടായപ്പോൾ ഭയങ്കര സങ്കടം. വെളിയിലൊന്നും പോയില്ലല്ലോ, പുറം ലോകമൊന്നും കണ്ടില്ലല്ലോ എന്നോർത്തൊരു സങ്കടം. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എടി നമുക്ക് ചായ കുടിക്കാൻ പോയാലോ എന്ന് വെച്ചു. അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ സ്ഥിരം പോകാറുള്ള പള്ളിമുക്ക് ജംഗ്ഷനിലുള്ള നമ്മുടെ ഈ ചേട്ടന്മാരുടെ ചായക്കടയിലാണ് നമ്മൾ പോകുന്നത്. മിക്കപ്പോഴും ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളൊരു 3-4 പേര്, ഒരു ചെറിയ ഗ്യാങ് പോലെ ഉണ്ട്. മിക്ക ദിവസവും ഓൾട്ടർനേറ്റീവായിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാറുണ്ട്. ഞങ്ങളുടെ ഈ ചായ കൂടി നാട്ടിലൊരു ചർച്ചാ വിഷയമാകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമില്ലാതില്ല. എനിവേ, പലപ്പോഴും ഈ ആളുകൾ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് നമ്മളുടെ യാത്രകളും പോക്കുവരവുകളും ഒക്കെ കാണുന്നത്, അവരെങ്ങനെയാണ് അതിനെ ചർച്ചയാക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മിക്ക ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്നിട്ട് ഇതേപോലെ ചായയും വടയൊക്കെ വാങ്ങിച്ച് ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത് കളിയാക്കലുകളാണ് ഗൈസ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്ന സമയങ്ങളിലെല്ലാം കളിയാക്കലുകൾക്കിടയിൽ ഒരുപാട് സങ്കടങ്ങളും ഉണ്ടാകാറുണ്ട്, ചില സമയത്ത് പിണക്കങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊരു രസമാണല്ലോ അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ആ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എനിക്ക് ചിരി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇരുന്ന് ആ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലായിട്ടാകണം, ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് നമ്മളിപ്പം വന്ന് ഇവരോട് ചായ ഒന്നും ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സ്ഥിരം ഇങ്ങനെ വരുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഗ്യാങ്ങിലുള്ള ഓരോരുത്തരും ചായയാണോ അതോ ബൂസ്റ്റ് ഇട്ടതാണോ ഇങ്ങനെയൊക്കെ ഉള്ളത് അവർക്കറിയാം. അപ്പോൾ നമ്മളെ കാണുമ്പോഴേ അവരെടുത്തു വയ്ക്കും. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നേരത്തെ ചെന്ന് ചായ കുടിച്ചിട്ട് പോയി അവർ പറയും, അവർ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോയി എന്ന് നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്ഥിരം ഇങ്ങനെ വന്നിരിക്കാറുള്ളത്. പലപ്പോഴും ഈ ചായ കുടികൾ നമ്മുടെ വീട്ടിൽ ചായ ഇല്ലാഞ്ഞിട്ടോ വീട്ടിൽ ചായ ഇട്ട് കുടിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. ശരിക്കും നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ചായ കുടിക്കുന്നതിനേക്കാൾ സന്തോഷം എന്താ വെച്ചാൽ, ഇങ്ങനെ പുറത്ത് പോയി ഇരുന്നിട്ട് ചായ കുടിക്കുന്നതാണ്. എനിക്കിഷ്ടം അതാണ്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഇതേപോലെ പുറത്ത് പോയിരുന്നിട്ട് ഈ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട്, എൻ്റെ കാര്യം ഞാൻ പറയുകയാണെ, വണ്ടിയൊക്കെ പോകുന്നത് കണ്ട് പിന്നെ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ ഇരുന്നിട്ട് പരസ്പരം സങ്കടമാണോ സന്തോഷമാണോ ഒക്കെ ഷെയർ ചെയ്യും. നിങ്ങൾ നോക്കിയാൽ അവിടെ ചെന്നപ്പം എപ്പോഴും ഇങ്ങനെ എന്തിനേലും നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നല്ല മഴ. ആ മഴ കാരണം പിന്നീട് നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ ആ ചായക്കടയിൽ ഞങ്ങൾ പെട്ടുപോയി ഗൈസ്. ഞങ്ങൾ അവിടെ ഇരുന്നു, വേറെ വഴിയില്ല. അതും സന്ധ്യ ആവുകയും ചെയ്തു. പക്ഷേ എനിക്കൊരു കാര്യം ഞാൻ പറയാവേ, എനിക്ക് ഒരു സന്ധ്യ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഈ മഴയത്ത് അവിടെ ഇരുന്നിട്ട് ഇനി എങ്ങനെ ഇറങ്ങും എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഇങ്ങനെ നമ്മളവിടെ ഇരിക്കുക. അപ്പോൾ അവിടെ കുറേയധികം ആളുകളുണ്ട്. പക്ഷേ അവിടുന്ന് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള ഒപ്പം സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്ത് പോയി നിന്നു. കാരണം അവിടെ മൊത്തം അങ്ങ് വേറെ വലിയ വലിയ ആണുങ്ങളൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയി. അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ഇടി മുഴങ്ങുന്ന ശബ്ദം കേട്ടു. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു റീൽ എടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തോട്ടിറങ്ങിയിട്ട് മഴ കുറഞ്ഞോ എന്ന് നോക്കാമെന്ന്. അങ്ങനെ മഴ കുറഞ്ഞോ എന്ന് ഞാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്ക് കമൻറ്റ് ഇടാവോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അച്ഛാ പാൻറ്റ്, അമ്മേ പാൻറ്റ്, ആ ഡയലോഗാണ് ഞാനവിടെ പറഞ്ഞത്. ആക്ച്വലി ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ അങ്ങനെ ഇടാറില്ല. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കാൻ മാത്രം പോകുന്നുണ്ട്. ഇതങ്ങനെ എടുത്തിടാൻ നമുക്കൊരു സമയമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കാനോ ഒക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം മഴ തോന്നിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മഴ വീണ്ടും ശക്തിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു സൈഡിൽ കുറേ കടകളുണ്ടായിരുന്നു, അവിടെ കയറി നിന്നു. വീണ്ടും മഴ തോർന്നെന്ന് കരുതി ഞങ്ങൾ വീണ്ടും ഇറങ്ങി. പക്ഷേ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചാറ്റൽ മഴയൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയി സംസാരിച്ച് ചിരിച്ചൊക്കെ പോകുമ്പം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയതുപോലൊക്കെ ഒരു തോന്നലാണ് ഗൈസ്. എനിവേ, നിങ്ങളിങ്ങനെ ചായ കുടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. ചായ കുടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടണം. നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ദിവസം ഇത്രയൊക്കെ കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റ.